അതും ഇതുപോലെ തന്നെ ഈ സെയിം ടീമിന്റെ അവാർഡ്സ് UK വെച്ച് ബർമിംഗ്ഹാമിലെങ്ങാണ്ട് വെച്ചിട്ട്. അപ്പൊ മമ്മൂക്ക, സുൽഫിത്ത് മാം, എന്റെ അമ്മേ അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ അത് മാനേജ് ചെയ്തത് കിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ട് തന്റെ സ്ഥാനത്തൊക്കെ ഞാനായിരുന്നെങ്കിൽ ഏത് എന്നെ വേറെ വല്ലവരും ആയിരുന്നെങ്കിണ്ടല്ലോ സത്യമായിട്ട് അവിടെ ഒന്ന് കരഞ്ഞേനെ. കാരണം മമ്മൂക്ക ഒടക്കിയൊന്ന് അത് ഭയങ്കര സീനായിരുന്നു അത്. അപ്പൊ ചാനലിന്റെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു ദുൽഖറിന് അവാർഡ് കൊടുക്കണത് സുൽഫിത്ത് മാം കൊടുക്കണം. അത് അവരോട് പറഞ്ഞിട്ടും ഇല്ല. മാം അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ വരുന്നത് വളരെ റെയർ ആയിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു. ഞാൻ കയറിയിട്ട് ഞാൻ അനൗൺസ് ചെയ്തു ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി സുൽഫിത്ത് മാം വരണം എന്നുള്ളത്. നമുക്ക് എടുത്ത വഴിക്ക് താഴെ എന്നിട്ട് പുള്ളി ഓൺ ക്യാമറ തന്നെ പറഞ്ഞു പറ്റൂല. നമ്മള് തകർന്ന്. ഇല്ല ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ തിരിച്ച എക്സ്പ്രഷൻ ഒന്നും കൊടുക്കില്ല, ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം എനിക്ക് എന്റെ തലയിൽ അറിയാം ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഈ ലൈവ് ഓഡിയൻസ് ഇത്ര പേരേ ഉള്ളൂ, പിന്നെ മൊബൈലിൽ പോയാലേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ചളുങ്ങരുത്. നമ്മൾ തളരരുത് രാമൻകുട്ടി. നമ്മളെ കല്ലെറിയാൻ ഇഷ്ടംപോലെ ആൾക്കാരെ വെച്ച് നമ്മൾ തളരരുത്. അത് നോക്കി നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ദുൽഖർ അമ്മയുടെ കൈ കയറി പിടിച്ച് പോകണ്ടെന്നൊക്കെ ദുൽഖർ ഇങ്ങനെ പോകണ്ടെന്നുള്ള രീതിയിൽ തടസ്സപ്പെടുത്തി. എല്ലാവരും ഭയങ്കര അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്. അപ്പോഴും അവർക്കും അറിയില്ല അവാർഡ് കൊടുക്കേണ്ടത് ദുൽഖറിനാണെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കുടെ മുഖമൊക്കെ ശരിക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു നല്ലൊരു കൈഡ് കൊടുത്താൽ സുൽഫിത്ത് മാം വരും. ആൾക്കാർ കൈയടിച്ചു. അങ്ങനെ ഞാൻ ഒരു തരത്തിൽ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നു. ഇവരെല്ലാവരെയും മുഖം അപ്സെറ്റ് ആണ്. എന്നിട്ട് അവാർഡ് അനൗൺസ് ചെയ്തു ദുൽഖറിനാണെന്നുള്ളത്. then it changed. അപ്പൊ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം വന്നു. ദുൽഖർ വന്നു. ദുൽഖറിന് ഭയങ്കര ഹാപ്പി ആയി. അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ അതൊരു നല്ല മൊമെന്റ് അല്ലേ അത്. അതിന് ഞാൻ നോക്കുമ്പോൾ നമുക്ക് അത് വീഡിയോ എടുക്കുന്നു. അതിന് നമുക്ക് വീഡിയോ എടുക്കും. നമുക്ക് അത്രേ ഉള്ളൂ കേട്ടോ. അത് ആ സ്പോട്ടിന് തീർന്നു. അതിന് വീഡിയോ എടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന മാതിരി അന്ന് ലേറ്റ് ഒരു ഡിന്നറിന് മാമിന്റെ അടുത്ത് സംസാരിച്ചു. ഞാൻ ചെന്ന് സോറി പറയാൻ ചെന്നപ്പോൾ മാം പറഞ്ഞു മോളെ എനിക്ക് അങ്ങനെ ഇച്ചിരി ടെൻഷനൊക്കെ വരും അതുകൊണ്ടാണ്. പക്ഷെ നല്ലതായിരുന്നു. സന്തോഷം. ഇതുപോലത്തെ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും അറിയപ്പെടുന്നത് ജുവൽ മേരി എന്നാണ്. പക്ഷെ പണ്ടത്തെ ഒരാളുണ്ട് മേരി ജുവൽ. സ്കൂളിന്റെ പേര് സ്കൂളിൽ അന്ന് അറിയപ്പെട്ടിരുന്നത് മഹാതല്ലിപ്പൊളിയായിട്ടുള്ള മഹാകുരുത്തക്കേടായിട്ടുള്ള ഒരു കുട്ടിയാണെന്നാണ്. ഓർമ്മയുണ്ട് എന്താ ബാല്യകാലം? ഓഫ് കോഴ്സ് എനിക്ക് അതേ ഓർമ്മയുള്ളൂ. മറക്കാൻ പറ്റാത്ത, അതായത് നമ്മള് ലൈഫിലെ ഏറ്റവും കുരുത്തക്കേട് ചെയ്ത മരണം വരെ മറക്കാത്ത ഒരു ഇൻസിഡന്റ് പറഞ്ഞ എന്തായിരിക്കും? ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യണല്ലേ. ഇങ്ങനെ ഇന്നതൊന്നും ഇല്ല. ഐ വാസ് എ ഗജ പോക്കിരി. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ക്ലാസ്സിലൊന്നും ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ മനഃപൂർവ്വം അലമ്പുണ്ടാക്കിയിട്ട് അവരെ ഇറക്കി വിടും. ആദ്യം വരാന്തയിൽ മുട്ടുകുത്തും. അത് കഴിയുമ്പോൾ അവിടെ എണീപ്പിച്ചു നിർത്തും. പിന്നെ കൈ ഒക്കി പിടിച്ചു നിർത്തും. അപ്പൊ നേരെ താഴെ പ്രിൻസിപ്പലിന്റെ ഓഫീസ്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ തീരെ അവാർഡാണ്. അവര് കുറെ നേരം കണ്ട് അവർക്ക് ബോറടിക്കുമ്പോൾ പിടിച്ച് അവിടെ പിടിച്ചു നിർത്തും. പ്രിൻസിപ്പലിന്റെ വാദിക്ക് നിർത്തും. ഒന്നുമില്ല, ക്ലാസ് ബോറാണ്. ഒരു റബ്ബർ എടുക്കാൻ ഫ്രണ്ടിൽ ഇരിക്കുന്നവനായിട്ട് കീച്ച. അപ്പൊ അവൻ തിരിയും. അപ്പൊ ടീച്ചർ നോക്കുമ്പോ ഒരു അലമ്പ്, സ്റ്റാൻഡപ്പ് മേരി ജുവൽ സ്റ്റാൻഡപ്പ്. ആ ബെഞ്ചിൽ ഇരിക്കുന്ന മൊട്ട അവന്മാര് എഴുന്നേറ്റോ പൊക്കോ. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കുറെ അലമ്പ് ബോയ്സും അങ്ങനെയാണ്. ഞങ്ങള് ബെഞ്ചിൽ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ക്ലാസ് നടക്കുമ്പോ നമ്മൾ എഴുന്നേറ്റ് കൈയൊക്കെ പൊക്കി പിടിച്ച് നിന്നിട്ടുണ്ട്. ക്ലാസ് പിന്നെ ഞാൻ നല്ല അവന്മാരെ എന്നെ ഇടിക്കുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ അങ്ങനെ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവരാരും കൂട്ടിയിട്ടില്ല. സത്യം പറഞ്ഞ അളിയൻ ബന്ധങ്ങൾ നല്ല അലമ്പായിരുന്നു. സസ്പെൻഷൻ ആയിട്ട് കിട്ടേണ്ടി വന്നില്ല. ഞാൻ സ്കൂൾ മാറുമല്ലോ കുറച്ച് കഴിയുമ്പോ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ +2 വരെ നമ്മൾ എത്ര സ്കൂള് മാറിയിട്ടുണ്ട്? 5. സീരിയസ്ലി മാൻ, ഞാൻ ആമ്പിള്ളേരുടെ ഒക്കെ കാര്യത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് അലമ്പ് മാത്രമല്ല, കുറച്ച് ഭയങ്കര ഇമോഷണൽ ട്രോമയൊക്കെ അടിക്കും, പ്രേമൊക്കെ പൊട്ടും. ഞാൻ പിന്നെ ഓരോ സ്കൂളിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്കൂളിൽ പോയി അതിനെ നന്നാക്കാൻ വേണ്ടി ഒരു സമയത്ത് കൊണ്ട് ഗേൾസ് സ്കൂളിൽ ഇട്ട്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കേക്ക് വൈസ് പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ എന്റെ ഫാദറിന്റെ അടുത്ത് നിന്ന് പറയാ, മോളെ ഒരിക്കലും ആർട്സ് കോളേജിൽ വിടരുത്, ഇവള് തീവ്രവാദിയായി പോകുന്നത്. അങ്ങനെയല്ലേ ഞാൻ നേഴ്സിംഗ് കോളേജിൽ എത്തിയത്. പഠിക്കാനുള്ള കാര്യത്തിൽ പഠിക്കും. നമുക്ക് ദൈവം കുറച്ച് ബുദ്ധി തന്നിട്ടുണ്ട്. ഇത് മൈ ബ്രെയിൻ ഈസ് ആക്ച്വലി വെരി ഗുഡ്. എനിക്ക് 15 ദിവസം മതി എൻറ്റയർ
വർഷമൊക്കെ പഠിച്ചു തീർക്കാൻ. Okay. അപ്പൊ അവസാനം പോയിട്ട് ഫുൾ അടിച്ച് പഠിച്ച് പാസ്സാവും. നമ്മള് ബി.എസ്.സി നഴ്സിംഗ് ആയിരുന്നില്ലേ? നഴ്സാണോ നമുക്ക് അധികം ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വെറുതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് പോയതല്ലേ? വീട്ടുകാരും നിർബന്ധമൊന്നുമല്ല, അടിച്ച് തൂക്കി കോളേജിൽ കൊണ്ട് എറിഞ്ഞ് എന്നെ. അവിടെ നിന്ന് ഒരു പ്രാവശ്യം ചാടിപ്പോന്നതാ. സ്റ്റാർ മമ്മൂട്ടിയുടെ കുടുംബം നമുക്ക് ഒട്ടും അപരിചിതമല്ല അല്ലെ? മെഗാസ്റ്റാർ മമ്മൂട്ടിയും ദുൽഖറിന്റെ ഭാര്യയും മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തും ഇവരുടെ ചെറുമകളും ഒക്കെ വലിയ രീതിയിലാണ് ചർച്ചയാകാറുള്ളത്. എന്നാൽ വേദികളിലൊന്നും അധികം എത്താത്ത ആളാണ് മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത്. പലപ്പോഴും വിവാഹ ആഘോഷങ്ങൾക്കൊക്കെ ഇവർ കുടുംബമായി എത്തുന്നത് കാണാറുണ്ടെങ്കിലും അവാർഡ് ഷോകളിലൊന്നും വേദികളിലേക്ക് കടന്നു വരാറില്ല ഈ അമ്മ. എന്നാൽ മമ്മൂട്ടിക്കും ദുൽഖറിനും പിന്നിൽ ഒരു വലിയ ശക്തിയായി തന്നെ ഇന്നും സുൽഫത്ത് നിലകൊള്ളാറുമുണ്ട്. ഇപ്പോൾ ജുവൽ മേരി വർഗീസിന്റെ ഒരു ഇന്റർവ്യൂവിൽ ജുവൽ പറഞ്ഞൊരു അനുഭവമാണ് ഏറെ ചർച്ചയാകുന്നത്. വീണ്ടും സ്റ്റേജിൽ വെച്ച് കണ്ണ് നിറഞ്ഞ വിറച്ചുപോയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂക്കയെ പറ്റി പറഞ്ഞത്. മമ്മൂക്കയെ പറ്റി പൊതുവെ ദേശക്കാരൻ എന്നാണ് സിനിമാ ഫീൽഡിൽ എല്ലാം അറിയപ്പെടുന്നത്. മോഹൻലാൽ പോലെ അല്ല മമ്മൂക്ക. ഇത്തിരി ദേഷ്യമുണ്ട്. ആർക്കും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് മമ്മൂക്ക. ഒരു സ്റ്റേജ് ഷോയിൽ ദുൽഖർ അവാർഡ് കൊടുക്കാനായി സുൽഫത്ത് മാമിനെ സ്റ്റേജിലേക്ക് ജുവൽ മേരി വിളിക്കുകയുണ്ടായി. എന്നാൽ അത് കേട്ട ഉടൻ തന്നെ ഈ കുടുംബത്തിന്റെ മൊത്തം മുഖം മാറി. അതുവരെയും ചിരിച്ചുകൊണ്ടിരുന്ന മമ്മൂക്കയും സുൽഫത്തും ദുൽഖറും എല്ലാം ചിരി മാഞ്ഞു. അതിനിടയ്ക്ക് മമ്മൂക്ക ക്യാമറ നോക്കി പറ്റില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. ദുൽഖർ ആണെങ്കിൽ അമ്മയുടെ കൈ വിടാതെ പിടിച്ചു. എന്നാൽ ഈ അവാർഡ് ദുൽഖറിന് കൊടുക്കാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല എന്നതാണ് വസ്തുത. പിന്നീട് ദുൽഖറിന് അവാർഡ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ വേദി ശാന്തമാവുകയും അങ്ങനെ സുൽഫത്ത് മകന് അവാർഡ് കൊടുക്കുകയും മമ്മൂക്ക അത് ക്യാമറയിൽ പകർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. താൻ വളരെയേറെ പെട്ടുപോയൊരു സിറ്റുവേഷൻ ആണ് അതെന്നും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നും ജുവൽ മേരി പറയുന്നുണ്ട്.